നെതന്യാഹുവിന് വട്ടാണെന്നാണ് ട്രംപ് പറഞ്ഞത്. വട്ടനാണോ നീ എന്ന് മുഖത്ത് നോക്കി ട്രംപ്, മുഖത്ത് നോക്കിയല്ല ഫോണിലൂടെയാണ് അങ്ങനെ ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഇറാൻ പ്രശ്നം ഇത്രയും കലുഷിതമായി നിർത്തിയിരിക്കുന്നതിന് ഒരു കാരണം ഇസ്രയേലാണ് എന്ന ഗുരുതരമായ കുറ്റം കൂടി ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ ആക്രമണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു. കുവൈറ്റിന് നേരെ ഗുരുതരമായ ആക്രമണം ഉണ്ടായി, തിരിച്ചടിച്ച് അമേരിക്ക പ്രതികരിച്ചിട്ടുമുണ്ട്. ഈ പ്രശ്നം അങ്ങനെ ഇങ്ങനെയൊന്നും തീരുന്ന ലക്ഷണമൊന്നും കാണുന്നുമില്ല. ഇനി അമേരിക്കയുടെയും ഈ പറയുന്ന ഇസ്രയേലിൻ്റെ നീക്കം എന്തായിരിക്കും? ഇതിനകത്ത് ട്രംപ് എത്രയും പെട്ടെന്നൊരു ഡീലുണ്ടാക്കി ഊരിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി വരുമ്പോഴാണ് ഈ പറയുന്നതുപോലെ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേൽ ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 16-ാം തീയതി പിന്നെ അമേരിക്കയിൽ വെച്ചിട്ടായ ഒരു സീസ് ഫയർ ഉണ്ട് ലെബനനുമായിട്ട്. അത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇസ്രയേൽ ഈ ലെബനനെ കയറി ആക്രമിക്കുന്നതും. ഇപ്പോൾ അതിൻ്റെ സദേൺ ലെബനൻ, അതായത് ലിറ്റാനി റിവർ കഴിഞ്ഞ് അതിൻ്റെ സഹാൻ നദിയുടെ ഭാഗം വരെ ഇപ്പോൾ ഇസ്രയേൽ സേന കടന്നു കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. ഈ ഒരു ഒറ്റ വിഷയമാണ്. ഇപ്പം ഈ സീസ് ഫയർ നിലവിൽ ഇസ്രയേലും ഹെസ്ബുള്ളായിട്ടുള്ള സീസ് ഫയർ നിലവിലുണ്ടായിട്ടും ഇസ്രയേൽ ഈ കയറി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഡീല് ആകുന്നതിനുള്ള താമസമായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ ട്രംപ് ഈ നെതന്യാഹുവിനെ ഇങ്ങനെയൊക്കെ വിളിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ട്രംപ് നെതന്യാഹുവിനെ വട്ടനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരമുണ്ട്. കാര്യം കുറച്ച് വട്ട് ഒഴിഞ്ഞ സമയം ട്രംപിനുണ്ടായെന്നുള്ളതാണ്. കാര്യം ഒരു വട്ടമുള്ള വ്യക്തിക്കല്ല വേറൊരു വട്ടില്ലാത്ത വ്യക്തിക്കാണല്ലോ മറ്റൊരു വ്യക്തിക്ക് വട്ടമുണ്ടോയെന്ന് തിരിച്ചറിയാൻ പറ്റുക. പക്ഷേ ഇവിടെ നമ്മൾ ട്രംപ് കാണിക്കുന്ന ഒരു ട്രംപിൻ്റെ പുറത്തുള്ള സമ്മർദ്ദം എന്ന് വെച്ചാൽ ട്രംപിന് ഈ അവിടുത്തെ റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും ഡെമോക്രാറ്റ്സ് ആണെങ്കിലും ഈ ജ്യൂസിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ കയ്യിലാണ് അമേരിക്കൻ ഭരണം, അവരുടെ കയ്യിലാണ് അമേരിക്കൻ്റെ സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ആ ഒരു പ്രഷർ ഇവരുടെ ഭാഗത്തുണ്ടാവും. പിന്നെ അതുമാത്രമല്ല, എങ്ങനെയെങ്കിലും ട്രംപിനകത്ത് ഊരിയേ പറ്റും, ആ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഏപ്രിൽ 8-ന് ആരംഭിച്ച സീസ് ഫയർ അതിങ്ങനെ അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ കാരണം അതാണ്. അതോടൊപ്പം തന്നെ ഈ ഇറാൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ഖേഷ് ഐലൻഡിലും ടാങ്കറിനെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴും ട്രംപ് പറയുന്നത് ഞങ്ങൾ വളരെ സജീവമായിട്ട് ഇരു കൂട്ടരും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഡീല് എൻ്റെ മേശപ്പുറത്തിരിപ്പുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഒപ്പിടാം. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഈ സാമ്രാജ്യത്വ ആധിപത്യ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു നിലയുണ്ടല്ലോ, ലോകരാജ്യങ്ങളുടെ മുകളിൽ അമേരിക്ക വളർത്തുന്ന ആധിപത്യം, അത് തങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നു എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമം കൂടെയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ അമേരിക്കൻ സാമ്രാജ്യം വികസിക്കുകയും ശക്തി പ്രാപിക്കുകയും ഈ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ 750 കേന്ദ്രങ്ങളിൽ മിലിറ്ററി ബേസുകൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്ത് അത് നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്നതാണ്. പക്ഷേ ഇപ്പം ആ അമേരിക്കൻ സാമ്രാജ്യത്വം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണും. പക്ഷേ അത് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഇറാനെ കംപ്ലീറ്റ് തകർത്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി അടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ശിലായുഗത്തിലേക്ക് അവർ പോകേണ്ടി വരും. പിന്നെ അവരുടെ മിലിറ്ററി സംവിധാനം മുഴുവൻ തകർത്ത് കഴിഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സംഗതികൾ രാത്രിയിൽ അടിക്കാനുള്ള ഉപകരണങ്ങളുണ്ട് എന്നൊക്കെയുള്ള വീരവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. US മിലിറ്ററിയും ചെയ്യുന്നുണ്ട്, ട്രംപും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ആധിപത്യ സ്വഭാവം അല്ലെങ്കിൽ ആധിപത്യ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഒരു ഡീലുണ്ടാക്കി പിന്മാറാൻ നോക്കുന്നത്. പക്ഷെ അപ്പോഴാണ് ഈ ഇസ്രയേൽ ലെബനനെ ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടും ലെബനനിലേക്ക് ബെയ്റൂട്ടിലേക്ക് വരെ കയറി ഒരു അറ്റാക്ക് നടത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ കരാറിലേക്ക് ഒരു എന്തായാലും വരും എന്നുള്ളത് ഉറപ്പായി ഈ ഇസ്രയേലിനും അറിയാം അത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഡീലായി കഴിഞ്ഞാൽ അത് വളരെ ഇപ്പം ഇറാനുമായിട്ട് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് പ്രയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിൽ ഇതേപോലെ ഹിസ്ബുള്ളെ അടിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത ഡയമെൻഷനിലേക്ക് പോവുകയും പിന്നെ അമേരിക്കയ്ക്ക് ഒരു സ്റ്റാൻഡിങ് ഇല്ലാത്തൊരവസ്ഥയും ഉണ്ടാവും. അപ്പോൾ അതും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇസ്രയേൽ ഈ അമിത വേഗത്തിൽ ഈ ഹിസ്ബുള്ളയെ തകർത്തിട്ട് ഈ ഹിസ്ബുള്ളയുടെ ആസ്ഥാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, അതായത് ലെബനൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലും ഈ നേരത്തെ പറഞ്ഞ 2 നദിയുടെ അപ്പുറത്തുള്ള മലനിരകളുടെ ആ ഭാഗത്തൊക്കെയാണ് ഹിസ്ബുള്ളയുടെ അവരുടെ സങ്കേതങ്ങളും അവിടെയാണ്. അപ്പോൾ അതിന് അവിടേക്കുള്ള അടി നിർത്താതെ ഒരു കാരണവശാലും ഇറാൻ ഈ കരാറിലേക്ക് പോകില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കരാർ ഭയങ്കര എല്ലാം നമുക്ക് ധാരണയായിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പോലും ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി
അബ്ബാസ് അരാക്ചി പറഞ്ഞേക്കുന്നത് യാതൊരു ധാരണയായിട്ടില്ല, പഴയ അവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് അല്ലേ. അതെ. മത്സരത്തിൽ ന്യൂക്ലിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹോർമോസ് കടലെടുക്കേണ്ട കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇറാനുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ വിഷയത്തിലാണ് ഇപ്പോൾ ഉടക്കി നിൽക്കുന്നത്. ഇനിയിപ്പോൾ അമേരിക്കയ്ക്ക് യുദ്ധത്തിലേക്ക് പോകണമെന്ന് വെച്ചാൽ പോലും പോകാൻ പറ്റാത്തൊരു ഒരു 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 സാങ്കേതികമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുക ചെയ്യുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയോ, റഷ്യ യുക്രൈനിൽ കയറി ഭീകരമായി അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഇൻ്റർസെപ്റ്റേഴ്സ്, ഇപ്പോൾ ഇവിടുന്നൊരു മിസൈൽ പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഇൻ്റർസെപ്റ്റർ ഉണ്ടല്ലോ, അത് 600 എണ്ണം മാത്രമേ, പേട്രിയോട്ട് മിസൈൽസും ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ റഷ്യ അയക്കുന്ന ഈ മിസൈലുകളൊക്കെ ആണെങ്കിൽ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ. അത് 600 എണ്ണം മാത്രമേ അമേരിക്കയ്ക്ക് ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് ഒരു ഇൻ്റർസെപ്റ്ററിൻ്റെ വിലയെന്ന് പറയുന്നത് $3 മില്യൺ. മനസ്സിലായില്ലേ? അത് എത്ര തന്നെ വേഗത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ 600 ഉണ്ടാക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കയുടെ പക്കലുള്ള ഇപ്പോൾ ഇറാനിലെ യുദ്ധം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കയുടെ പക്കലുള്ള ഈ ഇൻ്റർസെപ്റ്റേഴ്സിൻ്റെ എണ്ണം 50% താഴെയായിട്ട് കുറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം ഉക്രൈനിൽ ഈ അതിശക്തമായിട്ട് ഇപ്പോൾ റഷ്യ കൊടുക്കാൻ കാരണം അതാണ്. കാര്യം അവരുടെ ഈ സംഗതിയില്ല. അതെ, മനസ്സിലായില്ലേ? അതിൻ്റെ കാരണം മാത്രമല്ല, ഇത്രയും ദേഷ്യം റഷ്യക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 3-ാം തീയതി തൊട്ട് ഈ 6-ാം തീയതി വരെ ഒരു ഇക്കണോമിക് സമ്മിറ്റ് റഷ്യയിൽ നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഉക്രൈൻ പിന്നെ ഇവിടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മിസൈൽ അയച്ചത്. അപ്പോൾ ഇതിലാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പുടിനും പറഞ്ഞു നേരത്തെ ഞങ്ങളും തയ്യാറാണ്, എപ്പോൾ വേണമെങ്കിലും സമാന കരാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു യുക്രൈനുമായിട്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം അടിച്ച് തകർക്കുകയാണ് ഇപ്പോൾ ഈ കീവിലാണ് ഇതല്ല, അതായത് ഉക്രൈൻ്റെ തലസ്ഥാനത്താണ് ഇപ്പോൾ ഈ ബോംബിങ് നടക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ പക്കലുള്ള ഈ പ്രതിരോധ ഉപകരണങ്ങൾ 50% താഴെ കുറഞ്ഞിരിക്കുന്നു. അപ്പം യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് ഈ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഇറാൻ ശരിക്കും പറഞ്ഞാൽ സ്ട്രാറ്റജി കൊണ്ടാണ് തകർത്തത്. ഇപ്പോൾ ഇസ്രായേലിനും ആ പ്രശ്നമുണ്ട്. ഇസ്രായേലിനും ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ കയ്യിലില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിലും ആയുധം ഇല്ലയെന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനും ആവശ്യമാണ് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടത്. അമേരിക്കയ്ക്ക് അടിയന്തര ആവശ്യമാണ്, ട്രംപിൻ്റെ നിലനിൽപ്പിന് പോലും ആവശ്യമാണ്. കാര്യം അവിടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് പോലും ഈ ട്രംപ് കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇനിയിപ്പം നവംബറിൽ മിഡ് ടൈം വരുന്നുണ്ട്. അപ്പം ട്രംപിന് എങ്ങനെയെങ്കിലും അതിനകത്ത് ഊരിപ്പോയേ പറ്റത്തുള്ളൂ. ഇതിനിടയ്ക്ക് ഒരു ഗുരുതരമായൊരു പ്രശ്നം ട്വിറ്റർ ഹാൻഡിലുകൾ പറയുന്നതാണ്. ഈ ഗോസിപ്പുകളുടെ കേന്ദ്രം ട്വിറ്ററാണല്ലോ. നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇനി യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ നെതന്യാഹു ട്രംപിനോട് പറയുകയാണ് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്, അതായത് സൈനികരെ ഇറാനിലേക്ക് ഇറക്കാം എന്നൊരു നിർദ്ദേശം നെതന്യാഹു മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനിരിക്കുമ്പോൾ നെതന്യാഹു പറയുകയാണ് സൈനികരെ നേരിട്ട് ഇറാനിലേക്ക് ഇറക്കാം എന്ന് പറയുകയാണ്. അത് അമേരിക്കയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് ട്രംപ് അതിന് മുതിരാത്തത്. അതിൻ്റെ പ്രതികരണമായിട്ടാണ് ട്രംപ് നെതന്യാഹുവിനോട് വട്ടാണോ നിനക്കെന്ന് ചോദിച്ചതെന്ന് ട്വിറ്ററിൽ കഥകൾ വരുന്നുണ്ട്. എത്രത്തോളം ശരിയായിരിക്കാം എന്ന് അറിയില്ല. അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല. അമേരിക്ക ഒരു കാരണവശാലും സോൾജേഴ്സിനോട് ഇറക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഫെബ്രുവരി 28 മുമ്പ് അമേരിക്കയുമായിട്ടുള്ള ചർച്ച വളരെ സജീവമായിട്ട് ജനീവയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്ക കയറി ആക്രമിക്കുന്നത്. 4 ദിവസത്തെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാണ് ട്രംപ് ആക്രമണം തുടങ്ങുന്നത് അല്ലേ. അപ്പം ഇത്രയും നാളായിട്ടാണ് ഇപ്പോഴും അമേരിക്കയ്ക്ക് മനസ്സിലായത് എവരോട്ട് അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. അതിനു മുമ്പ് ഈ ഇറാൻ പറഞ്ഞിരുന്നൊരു ടൈം ടേബിളുണ്ട്, ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അതുമാത്രമേ ഈ നിമിഷം വരെ, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം വരെ ഇറാൻ ചെയ്തിട്ടുള്ളൂ. അവർ പറഞ്ഞ രീതിയിൽ അതേപടി ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ നേരിടും. അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള യുദ്ധമായിരിക്കും അമേരിക്ക ഇവിടെ യുദ്ധത്തിന് വന്നാൽ നേരിടാൻ പോവുക. ഞങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യും. അമേരിക്കയുടെ മിലിറ്ററി ബേസുള്ള രാജ്യങ്ങളെ ഞങ്ങൾ ആക്രമിക്കും, തകർത്ത് കളയും. ഒരു സ്റ്റേജ് കൂടെ പറഞ്ഞു, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇസ്രയേൽ ഒരു സ്മരണ മാത്രമായി മാറുന്ന അവസ്ഥയിലേക്കും എത്തുന്ന ഈ ഇറാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഇപ്പോഴും ചെയ്യുന്നതാണ്. ഇപ്പോഴും കുവൈറ്റിലേക്ക് ആക്രമണം നടത്തി. ഈ കുവൈറ്റ് ടെർമിനൽ ഈ 1-ാം തീയതി ടെർമിനൽ 1 മെനഞ്ഞാന്ന് മുതൽ ഓപ്പറേറ്റ് ചെയ്യാനിരുന്നതാണ്. മെനഞ്ഞാന്നല്ല, ഇന്നലെ മുതൽ, സോറി, 2-ാം തീയതി 3-ാം തീയതി ഓപ്പറേറ്റ് ചെയ്യാനിരുന്നതാണ്. അത് ആദ്യം അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കരിപ്പൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനമായിരുന്നു. അത് നേരത്തെയുള്ള കുവൈറ്റിലെ ആക്രമണത്തിന് ശേഷം വൃത്തിയാക്കി ഫസ്റ്റ് ഓപ്പറേഷൻ കരിപ്പൂരിൽ നിന്ന് ഉള്ള എയർ ഇന്ത്യ വിമാനമായിരുന്നു. അതിൻ്റെ തലേന്ന് രാത്രിയാണ് ആക്രമിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ അമേരിക്ക ഈ പറഞ്ഞതുപോലെ ഇതിനകത്തുനിന്ന് പിന്മാറുന്നു, ഹിസ്ബുള്ളയുടെ നേർക്ക് ഇസ്രയേൽ ആക്രമണം നടത്തുന്നു. ഇത് ഇറാൻ പറഞ്ഞതാണ്, ഞങ്ങൾ ആക്രമിക്കും. ബഹ്റൈനിലേക്ക് ആക്രമിച്ചു, 5th ഫ്ലീറ്റിൻ്റെ നേർക്ക് പിന്നെ ഇറാൻ മിസൈൽ അയച്ചു. ഇനി അവർ പറയുന്നത് അമേരിക്കയുടെ ഈ പട്ടാളക്കാരുള്ള സ്ഥലങ്ങളിലേക്ക് തങ്ങൾ ഇനി അയക്കും. അതെല്ലാം കൃത്യമായിട്ട് ഇറാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് സാർ. സർ, പക്ഷെ അത്രയേറെ കരുത്ത് ഇറാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടി വാങ്ങിക്കണമായിരുന്നു അമേരിക്കയുടെ, ഇറാൻ്റെ, ഇസ്രായേലിൻ്റെ? അല്ല, അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ 47 വർഷമായിട്ട് ഇറാൻ ഈ യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ കയ്യിലുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അമ്യൂണിഷൻ്റെ കാര്യത്തിലാണെങ്കിലും റഷ്യയുടെയും ചൈനയുടെയും സഹായം ഉണ്ടാവും, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ 47 വർഷമായിട്ട് ഇറാൻ ഈ യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഇപ്പം ഫസ്റ്റ് അവർ ഈ പിന്നെ ഖമേനിയും അതുപോലെ ബാക്കിയുള്ള അവിടുത്തെ ഉന്നത ഓഫീസർമാരെ എല്ലാം ഒറ്റയടിക്ക് കൊന്നിരുന്നില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഈ ക്ലോഡ് AI, ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡ് AI ഉപയോഗിച്ചിട്ടാണ് എവിടെയാണ് ഇവർ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്പോട്ടിൽ പോയി അടിച്ചത്. അതായത് ഏറ്റവും നൂതനമായിട്ടുള്ള AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക യുദ്ധം നടത്തിയത്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് 4 ദിവസം കൊണ്ട് ഞാൻ ഈ പണി കഴിയിക്കും. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പിന്തുണ നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങൾ 3-4 ദിവസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ട്രംപ് പറഞ്ഞത് 4 ദിവസം കഴിഞ്ഞിട്ടുള്ള പിന്തുണയൊക്കെയാണ് നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, 4 ദിവസം കൊണ്ട് എടുത്ത പണി കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്തു, അതൊരു ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ പണി കഴിയുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന സാധനം. അപ്പോൾ ഈ 47 വർഷമായിട്ട് ഇറാൻ ഈ പറഞ്ഞ ഒരു സമാന്തര ലോകം തന്നെ അത് ഈ ഇറാൻ മലനിരകൾക്കടിയിൽ ഇറാൻ സൃഷ്ടിച്ചിട്ടുണ്ട് സാധനം, അല്ലേ? അപ്പോൾ അവർ സ്ട്രാറ്റജി കൊണ്ടാണ് യുദ്ധത്തെ നേരിട്ടത്, അമേരിക്ക സാങ്കേതിക വിദ്യ കൊണ്ടാണ് നേരിട്ടത്. അപ്പോൾ സ്ട്രാറ്റജിയും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഒരു യുദ്ധവും കൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇപ്പോൾ കാണുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതടിയുണ്ട്, ഇപ്പോൾ ഇന്നലെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങളെ അടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ചടിച്ചിരിക്കും, അതെവിടെയൊക്കെ അടിക്കും എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിലാണ് ഇറാൻ പ്രവർത്തിക്കുന്നത്. അതിപ്പോൾ അമേരിക്കയ്ക്കും ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു കരാറിലേക്ക് ട്രംപ് പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയൊരു ഇറാൻ US പഴയതുപോലുള്ള ഒരു യുദ്ധത്തിലേക്ക് എന്തായാലും പോകില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇപ്പോൾ ഇതിനകത്ത് ഒരു ഇന്ത്യക്കാരൻ മരിച്ചിട്ടുണ്ട്, നമ്മുടെ കുവൈറ്റിലുള്ള ആക്രമണത്തിൽ, അല്ലേ? അതുപോലെ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഉള്ള സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും. പക്ഷേ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് രണ്ടായാലും ഇനി പശ്ചിമേഷ്യ പോകില്ല. അതേ സമയത്ത് ഈ അനിശ്ചിതത്വം തുടരുകയും ചെയ്യും. അപ്പോൾ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ട്രംപ് ഇനി അധികം വൈകിക്കാതെ തന്നെ ഈ ഒരു കരാറിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.